ഓക്കെ, ഈ പുതിയ വീഡിയോ എന്ന് പറയുന്നത് 19 സ്കീമുകാരുടെ S3 മാത്സിൽ ഉള്ള ടോപ്പിക്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് ആണ് ഈ തേർഡ് സെമ്മിലെ മാത്സ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരാം. അതിൽ ഫസ്റ്റ് മോഡ്യൂള് സെക്കൻഡ് മോഡ്യൂള് എന്ന് പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ബാക്കി തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് മോഡ്യൂൾസ് കോംപ്ലക്സ് അനാലിസിസ് ആണ്. ഞാൻ ഇനിയിപ്പോൾ മുമ്പോട്ടിടാൻ പോകുന്ന വീഡിയോസിലും ഈ വീഡിയോയിലും മെയിനായിട്ടും കോംപ്ലക്സ് അനാലിസിസ് ആണ് നമ്മൾ ആദ്യം ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മൊഡ്യൂൾ 3, 4 and 5 അതിനെക്കുറിച്ച് ഞാനൊരു ഏകദേശം ഔട്ട്ലൈൻ ഈ വീഡിയോയിൽ തരാമെന്ന് വിചാരിക്കുന്നു. കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും അധികം അവൈലബിൾ അല്ലായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതിലൊക്കെ കുറച്ച് സംശയങ്ങളുണ്ടാകും. അപ്പോൾ തേർഡ് മൊഡ്യൂളിലാണ് കോംപ്ലക്സ് ഫങ്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം തേർഡ് മോഡ്യൂളിൽ ബേസിക്കലി കോംപ്ലക്സ് ഫങ്ഷൻ നമ്മൾ എന്താണെന്ന്, കോംപ്ലക്സ് ഫങ്ഷനും അതെന്താണെന്നുള്ള അനലിറ്റിക് ബേസിക് നേച്ചർ എന്ന് പറയുന്നത് അനലിറ്റിസിറ്റി ഓഫ് എ കോംപ്ലക്സ് ഫങ്ഷനാണ്. അനലിറ്റിസിറ്റി എന്താണെന്ന് പഠിക്കേണ്ടി വരും. പിന്നെ അവിടെ സാധാ വരുന്ന പ്രോബ്ലംസ് പ്രൂവ് ദാറ്റ് എ ഫങ്ഷൻ ഈസ് അനലിറ്റിക്, പ്രൂവ് ദാറ്റ് എ ഫങ്ഷൻ ഈസ് അനലിറ്റിക് എന്ന് തരുന്ന പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് അവിടെ പഠിക്കേണ്ടതായിട്ട് വരും. അത് പലതരം ഫങ്ഷൻസ് ഉണ്ട്. എല്ലാ ഫങ്ഷൻസും നമുക്ക് ഓരോ വീഡിയോസിലായിട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ കണ്ടിന്യൂസ് നേച്ചർ പ്രൂവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് വരാം. പിന്നെ തേർഡ് മോഡ്യൂളിൽ അനലിറ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് CR ഇക്വേഷൻസ്, കോഷി റിമാൻ ഇക്വേഷൻസ്. അത് നമ്മൾ ഓരോ വീഡിയോസിലും ഞാൻ ഇടുമ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫർദർ പാർട്സ് ആണ് ഹാർമോണിക് ഫങ്ഷൻസ്. ഹാർമോണിക് ഫങ്ഷൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് ഹാർമോണിക് കോൺജുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് അതും ഡിസ്കസ് ചെയ്യുന്നതാവും. ഹാർമോണിക് കോൺജുഗേറ്റിന് ശേഷം വരുന്ന ഒരു ടോപ്പിക്കാണ് മാപ്പിംഗ്. അപ്പം പണ്ട് ഇത് 2 മൊഡ്യൂളായിട്ടായിരുന്നു 15 സ്കീമുകാർക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ മൊഡ്യൂളിൽ തന്നെ മാപ്പിങ്ങും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാപ്പിംഗ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പലതരം മാപ്പിംഗ് ഫങ്ഷൻസ് ഉണ്ട്. ഓരോ മാപ്പിംഗ് ഫങ്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ഒരു ഫിഗർ മാപ്പിംഗ് നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാപ്ഡ് പ്ലെയിനിലേക്ക് എങ്ങനെ മാറുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം പലതരം മാപ്പിംഗ് ഫങ്ഷൻസ് W=1/z, W= e⁻z, W=sin z, അങ്ങനെ പലതരം മാപ്പിംഗ് ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. മാപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. കൺഫോമൽ മാപ്പിംഗ് എന്ന് പറയും. ആൻഡ് അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് തേർഡ് മൊഡ്യൂളിൽ അവർ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ്. അപ്പം ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയുള്ള അവൈലബിൾ ആയിട്ടുള്ളത് നോക്കി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. ഇനി ഫോർത്ത് മൊഡ്യൂള് കോംപ്ലക്സ് ഇൻ്റഗ്രേഷനാണ്. കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഏരിയ തന്നെയാണ് ഈ ഓരോ ടോപ്പിക്കും. കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിൽ ലൈൻ ഇൻ്റഗ്രൽസ് ആണ് ആദ്യം പഠിക്കുന്നത്. അത് കോംപ്ലക്സ് പ്ലെയിനിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളത്, ലൈൻ ഇൻ്റഗ്രൽ പ്രോബ്ലംസ് കോംപ്ലക്സ് പ്ലെയിനിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ കോഷീസ് ഇൻ്റഗ്രൽ തിയറം ഓർ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് ഒരു ഇൻ്റഗ്രൽ എങ്ങനെയാണ്, കോംപ്ലക്സ് പ്ലെയിനിലെ ഇൻ്റഗ്രൽ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരാവുന്നതും ചെയ്യാൻ പറ്റുന്നതും മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള പ്രോബ്ലംസ് വരുന്നൊരു സെക്ഷനാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. അത് എല്ലാവരും പ്രത്യേകിച്ച് നോക്കുക തന്നെ ചെയ്യണം. പിന്നെ അതുമായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം ടൈലർ സീരീസും മക്ലോറിൻ സീരീസും എന്ന് പറഞ്ഞ് 2 സീരീസ് നമുക്ക് പഠിക്കാനുണ്ട്. ടൈലർ സീരീസും മക്ലോറിൻ സീരീസും അതും നമ്മൾ ലാസ്റ്റ് ഓൺ ദ വേ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയുമാണ് മെയിനായിട്ടും ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട്സ് എല്ലാം ബൈ ഹേർട്ട് ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു മോഡ്യൂളാണ് ഇത്. ആൻഡ് ഫിഫ്ത്ത് മോഡ്യൂളും കോംപ്ലക്സ് പ്ലെയിനിലാണ്. അവിടെയും ഇൻ്റഗ്രേഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പോൾ മൊഡ്യൂൾ 5ലും നമ്മൾ ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ തന്നെയാണ്. ബട്ട് വി വിൽ ബി മൂവിങ് ടു എ ഡിഫറെൻറ്റ് ടോപ്പിക് കോൾഡ് റെസിഡ്യൂ ഇൻ്റഗ്രേഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. റെസിഡ്യൂ ഇൻ്റഗ്രേഷൻ്റെ ഒരുവിധം പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യും.
റെസിഡ്യൂ ഇൻ്റഗ്രേഷന് ശേഷം അതിൽ തന്നെ വേറെ ടൈപ്പ് ഉണ്ട്. അത് ഫങ്ഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് ഇൻവോൾവിങ് ഫങ്ഷൻസ് ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ. സെക്കൻഡ് ടൈപ്പ് ഇൻ്റഗ്രൽസ് -∞ to ∞ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ്. അങ്ങനെ കുറച്ച് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഞാനത് ഓരോ ടൈപ്സും അത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇടുന്നതായിരിക്കും, പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓരോ വീഡിയോസിലും. പിന്നെ ലോറൻസ് സീരീസുമായിട്ട് ബന്ധപ്പെട്ട് ലോറൻസ് സീരീസ് എക്സ്പാൻഷനും കൂടെ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ബേസിക്കായിട്ടും കോംപ്ലക്സ് പ്ലെയിനിൽ. അതിപ്പോൾ എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. 3 മോഡ്യൂളായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി കിടക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഉള്ളൂ. ഓരോ ടോപ്പിക്സും ഓൺ ദ വേ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനൊരു ബേസിക്കലി ഒരു കോംപ്ലക്സ് പ്ലെയിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് ഇപ്പോൾ ഞാനിവിടെ തരാം. നമ്മൾ ഏതൊരു കോംപ്ലക്സ് പ്ലെയിനും റെപ്രസെൻറ്റ് ചെയ്യുന്നത് z = x + iy. ഒരു കോംപ്ലക്സ് വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് z = x + iy എന്നാണ്. അതിലെ എക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഇതൊക്കെ +2 പഠിച്ച ടോപ്പിക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ടും y എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടുമാണ്. ഒരു കോംപ്ലക്സ് പ്ലെയിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. അപ്പം കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ നമ്മൾ മോഡുലസ് z എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ അത് √, റിയൽ പാർട്ട് സ്ക്വയർ, അതായത് x² + ഇമാജിനറി പാർട്ട് സ്ക്വയർ. √, റിയൽ പാർട്ട് സ്ക്വയർ + ഇമാജിനറി പാർട്ട് സ്ക്വയർ. അതാണ് ഒരു മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. ഈ സെയിം സാധനം തന്നെ പോളാർ കോർഡിനേറ്റ്സിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പോളാർ കോർഡിനേറ്റ്സിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ z = r cos θ + i × r sin θ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് പാർട്ട് r cos θ എന്ന് പറയുന്നത് എക്സും r sin θ എന്ന് പറയുന്നത് വൈയുമാണ്. അപ്പം r കോമൺ എടുത്തു കഴിഞ്ഞാൽ r × cos θ + i sin θ എന്ന് കിട്ടും. ഇത് e⁻iθ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. r × e⁻iθ. അപ്പം ഇതാണ് കോംപ്ലക്സ് പ്ലെയിനിലെ ഒരു ഫംഗ്ഷനെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലും കൂടെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ബേസിക്സ് ഇൻട്രൊഡക്ഷനാണ്. ഇവിടെ നമ്മൾ ബേസിക്കലി ആദ്യം പോകുന്നത് തന്നെ കോംപ്ലക്സ് വേരിയബിൾ എന്താണ് എന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അനലിറ്റിസിറ്റി എന്നൊരു കൺസെപ്റ്റിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. അപ്പം അനലിറ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി അനലിറ്റിക്. ഒരു ഫംഗ്ഷൻ ഇപ്പം വലിയ ഡെഫിനിഷൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ എൻ്റെതായ ബുദ്ധിമുട്ട് വരും. അപ്പം അനലിറ്റിക് ആണ് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മൾ പ്രൂവ് ചെയ്യുക കേട്ടോ. ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ് അറ്റ് എ പോയിന്റ് z = z0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ z0 നമുക്ക് ആ ഗിവൺ പോയിന്റിൽ, ഇപ്പോൾ ഇതൊരു കോംപ്ലക്സ് പ്ലെയിൻ ആണ്, ഇവിടെ z0 ആണ്, ഈ കാണുന്ന z0ൻ്റെ നെയ്ബർഹുഡാണ്. ഈ നെയ്ബർഹുഡിൽ z0ൻ്റെ ഡെറിവേറ്റീവ്, നെയ്ബർഹുഡിൽ മൊത്തം z0ന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഫംഗ്ഷൻ f(z) എന്ന് പറയുന്നത് f(z) എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണ് എന്ന് നമ്മൾ പറയും. സിംപ്ലി എ ഫംഗ്ഷൻ, അപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? എ ഫംഗ്ഷൻ f(z) ഈസ് സെഡ് ടു ബി അനലിറ്റിക് അറ്റ് എ പോയിന്റ് z = z0 when the derivative of that function exists in the neighborhood of that point z0. z0ൻ്റെ നെയ്ബർഹുഡിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ ഈസ് അനലിറ്റിക്. അപ്പോൾ മാത്സിൽ നമ്മൾ ഇനിയിപ്പോൾ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റിൽ എങ്ങനെയാണ് അനലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഡെറിവേറ്റീവ് ഉണ്ട് എന്നല്ല നമ്മൾ പറയുക. നമ്മളത് ഒരാൾ സജസ്റ്റ് ചെയ്ത 2 ഇക്വേഷൻസ്, കോഷി-റീമാൻ ഇക്വേഷൻസ് അല്ലെ CR ഇക്വേഷൻസ് എന്ന ഇക്വേഷൻസിൻ്റെ ബേസിലാണ് ഫംഗ്ഷൻ അനലിറ്റിക് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. കോഷി-റീമാൻ ഇക്വേഷൻസ് or it is also called CR equations. അപ്പം അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഇതൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഇസഡിലുള്ളൊരു ഫംഗ്ഷൻ, അതിൻ്റെ f(z) എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ w എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. w = f(z) എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ u + iv എന്ന് കൊടുക്കും. അപ്പം
ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് വേരിയബിളിൻ്റെ ഫംഗ്ഷനെയാണ് ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പോൾ ഇസഡിൻ്റെ റിയൽ പാർട്ടാണ് എക്സ്, ഇസഡിൻ്റെ ഇമാജിനറി പാർട്ടാണ് വൈ. അപ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇസഡ് വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് യു പ്ലസ് ഐ. അപ്പോൾ യു എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് ഡബ്ല്യു ആയിരിക്കും, ആൻഡ് വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് ഡബ്ല്യു. ഇങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. മുന്നോട്ട് പോകുന്നതെല്ലാം ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇസഡ്. അപ്പോൾ ഏത് മൊഡ്യൂളാണെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവണം, ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാപ്പോൾ തന്നെ ഉണ്ടാവണം. ഇനി സി ആർ ഇക്വേഷൻസിലേക്ക് വരാം. അപ്പോൾ അനലിറ്റിക് ആണ് എന്ന് തെളിയിക്കണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ്, അതായത് റിയൽ പാർട്ടിൻ്റെ എക്സിലുള്ള ഡെറിവേറ്റീവ്, റിയൽ പാർട്ടിൻ്റെ വൈയിലുള്ള ഡെറിവേറ്റീവ്, ഇമാജിനറി പാർട്ടിൻ്റെ എക്സിലുള്ള ഡെറിവേറ്റീവ്, ഇമാജിനറി പാർട്ടിൻ്റെ വൈയിലുള്ള ഡെറിവേറ്റീവ്, ഇവയെല്ലാം കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആയിരിക്കണം ആ തന്നിരിക്കുന്ന റീജിയനിൽ. ഷുഡ് ബി കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഗിവൺ റീജിയൻ. കണ്ടിന്യൂസ് ആണെന്നുള്ളൊരു സിമ്പിൾ കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാഫ് അതിൻ്റെ വരയ്ക്കുവാണെങ്കിൽ ഗ്രാഫിന് ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ആ ഗ്രാഫ് പോകണം. അപ്പം ബേസിക്കലി കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ കൂടുതൽ പ്രൂവ് ചെയ്യാറില്ല. ഓൾമോസ്റ്റ് ഫംഗ്ഷൻ കാണുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റും. ഇനി നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം ഫസ്റ്റ് സി ആർ ഇക്വേഷൻ ഇതാണ്. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. അതായത് റിയൽ പാർട്ടിനെ എക്സിലെടുക്കുന്ന ഡെറിവേറ്റീവിനോട് സെയിം ആയിരിക്കണം ഇമാജിനറി പാർട്ടിനെ വൈയിലെടുക്കുന്നത്. അത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റും ഉണ്ട്. രണ്ടാമത്തെ സി ആർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഇതാണ് സെക്കൻഡ് സി ആർ ഇക്വേഷൻ. ഈ രണ്ട് സി ആർ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ക്യാൻ വി കൺക്ലൂഡ്? ദ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക്. ഫംഗ്ഷൻ അനലിറ്റിക് ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റനിൽ വാട്ട് ഈസ് എ ഡെറിവേറ്റീവ്, ഹെൻസ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്ന് ചിലപ്പോൾ കൂട്ടത്തിൽ ക്വസ്റ്റനിൽ കാണും. അപ്പോൾ അനലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് ദിസ് എന്ന് എഴുതിയാൽ മതിയോ. അപ്പം ഫസ്റ്റ് പാർട്ട് വരുന്ന ഒരു ഏകദേശം ഐഡിയ ആണ് ഞാൻ തന്നത്. സബ്സിക്വൻ്റ് ആയിട്ടുള്ള വീഡിയോസിൽ നമുക്ക് ഓരോ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യാവുന്നതാണ്.